നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഒരുപാട് ചവറുണ്ടായിരുന്നു, അതെല്ലാം അടിച്ച് കോരിയിട്ട് ഇതിൽ നിറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ ചകിരി മടലും അതുപോലെ പിന്നെ ഈ കരിയിലയും വെച്ചിട്ടാണ് ഞാൻ കൃഷി ചെയ്യാറ്. മണ്ണ് വളരെ കുറവാണ്, നമ്മുടെ വീട്ടിൽ മണ്ണ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ കരിയില ഇങ്ങനെ ഉണങ്ങിയിട്ട് ദ്രവിച്ചിട്ടൊക്കെ കിട്ടുന്ന ആ ഒരു മണ്ണാണ് ഞാനിതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മാവുള്ളതുകൊണ്ട് മാവിൻ്റെ മുകളിൽ നിന്ന് ഇഷ്ടം പോലെ മാവില ഇതുപോലെ ഉണങ്ങി വീഴുന്നുണ്ട്. പിന്നെ ഇതാ ഇന്നലത്തെ കുറേ വേസ്റ്റ് ഉണ്ട്. പെരുന്നാളിൻ്റെ ഒക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പഴം പെരുന്നാളിൻ്റെ മുന്നത്തെ ഇട്ട് ആ പഴം മുട്ടത്തോടൊക്കെ ഞാനൊരു എന്താ പറയുക എഗ് ബോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പഴത്തിൻ്റെ തൊലി, മുട്ടത്തോട്, പിന്നെ അന്ന് വെച്ച കറിയുടെ ഉള്ളിത്തൊണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതൊക്കെ അതിൻ്റെ മേലെ കൊട്ടി. പിന്നെ നമ്മുടെ ചവറ് വീണ്ടും ഇട്ടിട്ടാണ്. അപ്പോൾ കുറച്ച് മണ്ണും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചീര കുറേ ഉണ്ട്, ഒരു ചട്ടിയിൽ കുറേ ചീര മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് നടാനാണ് ഇതുപോലൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മണ്ണ് കൊട്ടി കൊടുത്തപ്പോൾ അതേ മണ്ണ് ഇത് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതിന് ഞാൻ എൻ്റെ മിഷീൻ്റെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തി പൊടിച്ച് അതിൻ്റെ മേലെ നല്ല അടിപൊളിയായിട്ട് പരത്തിയിട്ടിട്ടാ. കുറച്ച് മണ്ണുള്ളത് ആ ഒരു കാണുന്ന ചട്ടിയിലുണ്ടായിരുന്ന മണ്ണ് മാത്രമാണ് കേട്ടോ. ഈ കരിയിലിട്ട് കൊടുത്താൽ നമുക്ക് ചീരൊക്കെ നല്ല പെട്ടെന്ന് പിടിച്ചു കിട്ടും. അപ്പോൾ ഞാനിത് ഈ ചീര മേടിച്ച് വിത്ത് പാകിയിട്ടാണ് കേട്ടോ ഈ ചീര മുളച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് നല്ല രീതിയിൽ നടണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഗ്രോ ബാഗുകൾ ഇങ്ങനെ ചാക്കിലൊക്കെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കാനായിട്ട് നല്ലതാണല്ലോ. ഇതുപോലെ എന്തെങ്കിലും ഒരു കൊട്ട കിട്ടിയാൽ അതിൽ കുറേ നട്ട് സൈഡിലും പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിലൊക്കെ നടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കൊട്ട എടുത്തത്. അപ്പോൾ കൊട്ട അവിടെ വെറുതെ ഇരിപ്പായിരുന്നു. അപ്പോൾ അതിനടുത്ത് ഈ ചീരൊക്കെ അടിപൊളിയായിട്ട് നട്ട്. പിന്നെ ചീരക്ക് നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ നൈട്രജൻ വളങ്ങളാണ് ചീരക്ക് കൂടുതൽ കൊടുക്കേണ്ടത്. പിന്നെ കഞ്ഞിവെള്ളത്തിൽ ചാരം കലർത്തിയിട്ട് അത് കൊടുക്കാം. അതുപോലെ തന്നെ നൈട്രജൻ വളമായം നമ്മുടെ ക്യാരറ്റിൻ്റെ തൊലി, ബീട്രൂട്ടിൻ്റെ തൊലി അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഈ ചീരക്ക്. അതുപോലെ തന്നെ ചായപ്പിണ്ടിയില്ലേ, അതും നമ്മൾ എടുത്തു വെച്ചിട്ട് ഇതുപോലെ പുളിപ്പിച്ചിട്ട് അതും കൊടുക്കട്ടോ. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം കലർത്തിയിട്ട് അത് ഒഴിച്ചു കൊടുക്കട്ടോ. ചീരക്ക് നല്ല വളമാണ്. അതുപോലെ തന്നെ ചാണകം കലക്കിയിട്ടും ഒഴിച്ചു കൊടുക്കാം. ഉണക്ക ചാണകം ആയാലും നമ്മൾ കുതിർത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കട്ടോ. ചീരക്ക് നല്ല വളമാണ്. അപ്പോൾ ഞാൻ ഇതിൽ നട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡുകളിൽ നട്ടിട്ടുണ്ട്.